നമസ്കാരം. ഇത് ഒരു വിധവേൻ്റെ കഥ. ഇവർക്കൊരു മോനുണ്ട്. അവനൊരു 17 വയസ്സൊക്കെ ഉണ്ട്. ഇപ്പം ചില ദിവസം ക്ലാസ് ഇല്ലാത്തപ്പോൾ വീട്ടിൽ ഫ്രണ്ടിലൊരു വരാന്തയുണ്ട്. അതിൻ്റെ സൈഡിലെ മുറിയിൽ അവൻ പകലൊക്കെ വെറുതെ കിടക്കും. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ വെറുതെ കിടക്കും. അപ്പോൾ ഉച്ച നേരത്ത് ചോറുണ്ട് കഴിഞ്ഞാൽ 2 വീട് അപ്പുറത്തുള്ളൊരു ചേച്ചി, ഇവരതേ പ്രായക്കാർ, വർത്തമാനം പറഞ്ഞിരിക്കാൻ വരും. ചിലപ്പോൾ തലയിൽ പേൻ നോക്കും. കൂടുതലും അവരുടെ സംസാര വിഷയം സെക്സാണ്. അപ്പോൾ ഒരു ദിവസം മോനവിടെ കിടക്കണ്ടെന്നുള്ള ഓർമ്മയില്ല, അല്ലെങ്കിൽ അവൻ ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഈ വന്ന ചേച്ചിക്കറിയില്ല മോനുള്ളിലുള്ളത്. ഇപ്പോൾ ചോദിച്ച് സെക്സ് പറഞ്ഞേടി, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്നൊക്കെ അതെല്ലാം ഭർത്താവില്ല, എനിക്കില്ല. പക്ഷേ എനിക്ക് ആഴ്ചയിലെങ്കിലും ഒരാളെൻ്റെ നെഞ്ഞത്ത് കയറിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഒരു വല്ലാത്ത വീർപ്പുമുട്ടില്ല. അതിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വരലുമുണ്ട്, വളരെ രഹസ്യമായിട്ട്. നീ എന്താ ചെയ്യല് ചോദിച്ച്. എന്ത് ചെയ്യാ, കൈപ്പണി തന്നെയാണ് ചോദിച്ചത്. സ്വയംഭോഗം ചെയ്യണമെന്നാണ് ചോദിക്കണം. അപ്പം അല്ലാണ്ട് എന്ത് ചെയ്യാനാടി? ഇവിടെ മോനും വലുതായി വരണം. നമുക്കൊക്കെ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, എന്താ ചെയ്യുക? അപ്പം നീ കൈപ്രയോഗം എപ്പോഴും ചെയ്യലുണ്ട് ചോദിച്ച്. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യണ്ടെന്ന്. എന്ത് അമ്മ ചെയ്യണതാണ് ഇപ്പം മോൻ കേൾക്കണത്. അപ്പം ഇവരൊരു പ്രയാസം മനസ്സിൽ, പാവമ്മ. അപ്പം ഇവർക്കൊരു 45 വയസ്സൊക്കെ ഉള്ളു, നല്ല സുന്ദരിയാണ്. ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് മരിച്ചാലും നല്ല സുന്ദരിയായിട്ട് കുറേ കാലം ഉണ്ടാവും. അതൊരു ജാതി സങ്കടമാണ്. അവർക്കാരും കളിച്ചു കൊടുക്കാനുമില്ല. അത് വെറുതെ അങ്ങനെ പാഴായി പോണ ഒരു ജന്മം. ചില സ്ത്രീകൾ ആ സൗന്ദര്യം യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇവരുടെയൊക്കെ ഒരു റിലേറ്റീവ് ടൈലറുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അമ്മ ഒരു ദിവസം അളവ് ബ്ലൗസ് കൊടുത്തു വിട്ടു. ബ്ലൗസ് അടിക്കാൻ കൊടുത്തപ്പോൾ അളവ് ബ്ലൗസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ടൈലർ പറഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. അങ്ങനെ ഇവന് ഈ ബ്ലൗസ് കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ ഇവൻ അയാളുടെ കമ്പനിയാണ്, അവിടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഈ തുണി കട്ട് ചെയ്യണതിന് മുമ്പ് കൊണ്ടുപോയ അളവ് ബ്ലൗസിൻ്റെ മെഷർമെൻ്റൊക്കെ ടേപ്പ് വെച്ച് നോക്കണമല്ലോ, നല്ലത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ്റെ മോൻ്റെ കണ്ണ് തെറ്റി. അപ്പോൾ ഇവൻ ഈ ബ്ലൗസ് ഇങ്ങനെ മൂക്കിലിങ്ങനെ ആസ്വദിച്ച് ഇതായി. അപ്പം മോനിങ്ങനെ മനസ്സിൽ തോന്നി, എൻ്റെ അമ്മ ഒരു ഗതിയിലാണ്ട് നിൽക്കണം. അപ്പോൾ ഇയാളും കല്യാണം കഴിച്ചിട്ടില്ല. കണ്ടുമുട്ടേണ്ടവർ തമ്മിൽ കണ്ടുമുട്ടണം, അവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഈ പോയിൻ്റ്. ഈ സംഭവത്തിന് ഞാൻ പറഞ്ഞതായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ബ്ലൗസ് തയ്ച്ച് കവറിലാക്കി കൊടുത്തു വിട്ടപ്പോൾ ഒരു ചെറിയ സ്ലിപ്പയിൽ വെച്ച് ടൈലർ കണ്ടിട്ട് കുറേ ആയല്ലോ, എന്താ ഈ വഴിക്കൊന്നും വരാത്ത പറഞ്ഞിട്ട്. അപ്പോൾ ഈ മോൻ ഇതൊന്നും കണ്ടിട്ടില്ല. തള്ളക്ക് കിട്ടി കറക്റ്റ് മെസ്സേജ്. അപ്പോൾ പിന്നെ തള്ള എപ്പോഴെങ്കിലുമൊക്കെ റോഡിൽ പോകുള്ളൂ, എന്തെങ്കിലും മേടിക്കാനൊക്കെ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, നീ ആ സ്ലിപ്പ് കടലാസയിൽ എഴുതി വെച്ചത് മോനങ്ങാൻ കണ്ടുവെച്ചെങ്കിലോ? അവൻ കണ്ടാന്ന് എനിക്കറിയില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്? നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നിനക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ പോരെ. ഇതൊന്നും ചെയ്യരുത്. അപ്പം മോൻ കാണണല്ലേ പ്രശ്നമുള്ളു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അമ്മമാരെ പറ്റിയൊക്കെ മക്കൾക്കൊരു വിചാരമില്ല. അതൊക്കെ വെറുതെ ആ ഒരു ഇമേജ് നാശമാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാണ്ട് നിന്നോട് വരാൻ ഉദ്ദേശമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വന്നാലെന്താ കുഴപ്പം? നിന്നെ ഞാൻ ഇന്നും പണ്ടേ അറിയണതല്ല നമ്മൾ തമ്മിൽ. നിൻ്റെ സ്ഥിതി എനിക്കറിയാം, എൻ്റെ സ്ഥിതി നിനക്കും അറിയാം. ഞാൻ ഇന്ന് രാത്രി വരട്ടെ. ചില കാര്യങ്ങൾ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. എനിക്ക് പേടിയാവും പറയും.
ഒരു പേടിയും പേടിക്കണ്ട, രാത്രി ഞാൻ ആരും അറിയാണ്ട് വന്നോളാം. അപ്പം മോനോ അവനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഇവരുടെ പ്രശ്നം അത്, ഞാൻ ബാക്കിൽ കൂടി വരാം, ഞാൻ നിങ്ങളുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ മോൻ വേറെ മുറിയിലല്ലേ കിടക്കണത്, ശബ്ദം ഉണ്ടാക്കാണ്ട് നോക്കാറ്. അതായത് ശബ്ദം ഉണ്ടാക്കാണ്ട് കളിക്കാമെന്നാണ് ഈ പറഞ്ഞത്. ഇവർക്ക് ഹൃദയം പെരുമ്പറ പൊട്ടാൻ തുടങ്ങി, പേടി. അങ്ങനെ അന്ന് രാത്രി ഇയാളവിടെ കയറി. കളി കൂടുതൽ ഞാൻ വർണ്ണിക്കണില്ല, കാരണം കളിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ യൂട്യൂബിനൊരു കുഴപ്പമുണ്ട്, ആരെങ്കിലും റിപ്പോർട്ട് അടിക്കും. ഏതായാലും ഇവർ വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം മറ്റേ പെണ്ണിൻ്റെ വാക്കാണ് ഇവർക്ക് പ്രചോദനം. അതായത് എനിക്ക് ഒരാണിനെ കിടന്നു കൊടുക്കാണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്കൊരു വീർപ്പും മുട്ടില്ല, എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നീ ആരെങ്കിലും സെറ്റാക്കി, എനിക്ക് സ്ഥിരമായിട്ട് ഒരാളെ അടിച്ച് തരണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ, ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അപ്പോൾ എനിക്കും എന്താ ഇങ്ങനെ ചെയ്താൽ എനിക്കും സുഖിച്ചൂടെ? പിന്നെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലം കഴിഞ്ഞാൽ വയസ്സാകും. അപ്പോൾ ജീവിതം എൻജോയ് ചെയ്യുക, കുറച്ച് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് ഇയാൾ വന്ന് ഒരു നൂല് ബന്ധമില്ലാണ്ട് ഇവിടെ കളിച്ച് വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കണ വികാരം അന്ന് ഒഴിഞ്ഞു പോയി. ആ പെണ്ണിന് 2-3 വട്ടം ഓർഗാസം വന്ന് അവൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖം. ചില കാര്യങ്ങൾ അങ്ങനെ, ചിലപ്പോൾ സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്ത സുഖം ചിലപ്പോൾ മറ്റൊരു പുരുഷൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അതായത് അറിയണവൻ്റെ അടുത്ത് വടി കെട്ടി കൊടുക്കണമെന്ന് പറയുക, അങ്ങനെ എന്തൊരു ചൊല്ലുണ്ട്. ഒരു പെണ്ണിനെ കിട്ടിയ ആ പെണ്ണിനെ ട്യൂൺ ചെയ്യുമ്പോൾ അറിയും, എങ്ങനെ ശരീരത്തിൽ തൊട്ട് വികാരം വരുത്തുമ്പോൾ അറിയും അവളുടെ മൈലേജ് എന്താണെന്ന്. നമ്മൾ പിടികൊടുക്കരുത്, നമ്മൾ അവരെ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ഓവർകം ചെയ്യണം. അപ്പോൾ ഈ ട്രെയിലറിന് പണി അറിയാം. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ വരൽ തുടങ്ങി. ഒരു ദിവസം യാദൃശ്യമായിട്ട് ഇയാൾ വാതിൽ തുറന്ന് ഇറങ്ങുക, ഒരു 10-11 പണി കഴിഞ്ഞ് നടുത്തളത്തിൽ, അതായത് ഇവരുടെ റൂമിൽ നിന്ന് ഈ സോഫയൊക്കെയുള്ള മുറിക്ക് ഇറങ്ങലും ഇവൻ്റെ മുറിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരലും ഒപ്പം. ടൈലർ വാതിലൊക്കെ ചവിട്ടി തുറന്ന് ഓടി. അപ്പം അമ്മ ഇത് കണ്ട്, അമ്മ ആകെ എന്താ പറയുക, ഒരു മകൻ്റെ മുമ്പിൽ അന്യപുരുഷന് കിടന്നു കൊടുത്തൊരു സ്ത്രീയാണെന്നുള്ള ഒരവസ്ഥയിലൊരു അമ്മേൻ്റെ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ അമ്മ കരഞ്ഞ് ഇവനോട് ഇനി മേലാൽ ഉണ്ടാവില്ല, പറ്റിപ്പോയതാ പറഞ്ഞ്. അതിൽ ഇവൻ പറഞ്ഞ അമ്മ മുറിയിൽ പോയിക്കോ, അതൊന്നും സാരില്ല, അമ്മയൊക്കെ ഇത്രയും വളർത്തി ഉണ്ടാക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തതല്ലേ, അമ്മക്കുമില്ലേ ആഗ്രഹങ്ങൾ, ഇതുവരെ അമ്മ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഞങ്ങളൊക്കെ നോക്കി വളർത്തിയില്ലേ, സാരില്ല അമ്മ പറഞ്ഞ്, സങ്കടപ്പെടേണ്ട പറഞ്ഞു. കാരണം ഇപ്പം ഇത് പറയാൻ കാര്യം, ചില സ്ത്രീകൾ കുറ്റബോധം കൊണ്ട് ചിലപ്പം ആത്മഹത്യ ചെയ്തോളെ, മകനിത് അറിഞ്ഞല്ലോ, ഇനി എന്തിനാ ജീവിക്കണേ, അങ്ങനെ ചിന്തിക്കും. അപ്പം അതില്ലാണ്ടിരിക്കുകയാണ്, ഇവനമ്മനെ വേണം. അത് സാരില്ല അമ്മ, അതൊക്കെ മനുഷ്യ സഹജമാണ്, ഒരു കുഴപ്പമില്ലാറ്. ഞാനിതിനു മുമ്പും കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഇവന് ഏകദേശം ഒരു ഐഡിയ ഉള്ളു, ഇവൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇവരെ തണുപ്പിക്കുക, രംഗം ശാന്തമാക്കി അവൻ സൈക്കോളജിക്കലായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ടൈലർ പേടിച്ച് വിറച്ചാലും പിറ്റേ ദിവസം പീടിക തുറക്കണേ. അമ്മനെ പണിയെടുക്കണത് മോനല്ലേ കണ്ടേക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പരിചയമാണ്, എപ്പോഴും കമ്പനി ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറും വർത്താനം പറയാറൊക്കെ ഉണ്ട്. അന്നവനവിടെ ചെന്നപ്പോൾ ഈ ടൈലറായ കിലുകിലാ വിറക്കുക. അവിടെ ആരും ഉണ്ടായില്ല. ഈ ചെക്കൻ പറഞ്ഞ എന്താണെന്നറിയാം, എനിക്കിത് ആദ്യമേ അറിയാം, എൻ്റെ അമ്മ ഒറ്റക്കായിട്ട് കുറേ ആയി, എനിക്ക് എതിർപ്പില്ല, പക്ഷെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. അതെന്താ നീ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്, നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നി? അപ്പോൾ
ഇവൻ പറയാണ് ഞാനൊരു ദിവസം എൻ്റെ മുറി കിടക്കുമ്പോൾ അപ്പുറത്തെ ചേച്ചി എൻ്റെ അമ്മയും കൂടി പറഞ്ഞ ഞാൻ കേട്ട്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ സങ്കടമൊക്കെ അമ്മ ആ ചേച്ചിനോട് പറയുന്നുണ്ട്. ഈ കാര്യത്തിലൊന്നും നടക്കാതെ കൊണ്ട് അമ്മക്കുള്ള വിഷമം അത് ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അമ്മക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഇതിലുണ്ടാവണം. പക്ഷേ എനിക്കതിൽ മുൻകൈ എടുക്കാൻ പറ്റില്ലല്ലോ, ഞാൻ മോനല്ലേ. അപ്പോഴാണ് ഇത് ഇങ്ങനെ സെറ്റായത്. എനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ വിധവയായ ആളാണ്. ഇതുവരെ അങ്ങനത്തെ പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് കണ്ണടച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈലർക്ക് അതിശയം, നീ നിൻ്റെ പ്രായത്തിനേലും പക്വതയുള്ള സംസാരമല്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ അമ്മനോടും പറഞ്ഞിട്ടുണ്ട് അത് സാരില്ല, അമ്മ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ്. അപ്പം എനിക്ക് പേടിയായിരുന്നു അമ്മ എന്തെങ്കിലും ചെയ്തു കളയും. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു എനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോടും പറയാനാണ് ഞാൻ വന്നേ പറഞ്ഞു. അപ്പോൾ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായി. ഇനി എപ്പോഴെങ്കിലും ബാക്കിലത്തെ ഡോറിൽ കൂടി അയാൾ വന്ന അമ്മ അയാളും കൂടി മുറി കയറിയാൽ ഇവന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഉണ്ട് ഒരു സമാധാനത്തിലുള്ള കളി അവിടെ നടക്കും. മറ്റത് പേടിച്ച് വിറച്ചിട്ടാണ് കളി. അങ്ങനെയല്ല അവിടെ നടക്കും. അപ്പം സമാധാനത്തിൽ കളിച്ചൂടെ. ആ ചെക്കനെടുത്ത് നല്ലൊരു ഡിസിഷനാണ്. അല്ലാണ്ട് ഇപ്പം അഭിമാനം പ്രശ്നം അമ്മനെ പരിപാടി എടുക്കാണ്ട് പട്ടിണി കിട്ടിട്ട് ഞാൻ വലിയ അഭിമാനിയായിട്ട് എന്താ കാര്യം. സിറ്റുവേഷൻ മനസ്സിലാക്കുക. അവർ വളരെ ചെറുപ്പത്തിൽ വിധവയായി, കളിക്കാൻ കൊതിയുണ്ടെന്ന് മനസ്സിലായി. അതായത് കൂട്ടുകാരിനോട് പറയുന്നുണ്ട് ഞാൻ കൈപ്രയോഗം നടത്തലാണ്ട് എനിക്ക് വല്ല മാർഗം ഉണ്ടാകുന്നു. ദയനീയമായിട്ട് പറയാം. കൂട്ടുകാർ കുറച്ചും കൂടി ധൈര്യം കാണിച്ച് അവൾക്ക് കളിക്കാൻ ആളെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുക. അപ്പോൾ കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ നാട്ടിലുണ്ട്. അപ്പോൾ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഇവളുടെ അടുത്ത് കൊടുക്കാണ്ട് അവന് കിട്ടുക വേണം. അങ്ങനെ ആ സംഭവം നടന്നു. ഇതിലെന്താ തെറ്റ്? ഇതിലെന്താ അഭിമാനത്തിന് ക്ഷതം പറ്റണത്? ഈ സാധനം അതിനുള്ളത് തന്നെ. പിന്നെ മകന് കേട്ടിട്ടൊരു വിഷമം വന്നെന്ന് പറഞ്ഞാൽ അവനൊരു മനുഷ്യത്വമുള്ള ആളായതുകൊണ്ട് അമ്മ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരിൻ്റെ തുറന്ന് പറച്ചില്ല. ചിലപ്പോൾ ഈ മോനെ അപ്പുറത്ത് കിടക്കണ ഒരു ഓർമ്മയിൽ ഉണ്ടാവില്ലായിരിക്കും. അത് കേട്ടത് കൊണ്ടാണ് അവന് ഈ അമ്മനോടൊരു സഹതാപം തോന്നിയത്. അവരൊരു മനുഷ്യ സ്ത്രീയാണ്, അവർക്ക് വികാരങ്ങളുണ്ട്, ഒരു തിരിച്ചറിവാണ് അവനുണ്ടായത്. അതുകൊണ്ട് എന്താ ആ സ്ത്രീൻ്റെ ജീവിതം പൂവിട്ട് പിന്നെ അവർക്ക് ഭയപ്പെടാണ്ട് കളിക്കാം. പിന്നെ നാട്ടുകാരെ തണ്ടികളല്ലേ, അത് എല്ലാവരും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ധൈര്യം വേണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭൂമിയിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇടയ്ക്കുണ്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വ്യഭിചരിച്ചെന്ന് പറഞ്ഞാൽ കാമഭ്രാന്തൻ ഇങ്ങനത്തെ മോശം കമൻറ്റ്. ഇതെന്താ കാമം എന്ന് പറഞ്ഞാൽ പ്രാന്ത? ഒരാണും പെണ്ണും കൂടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഇത്ര മാർവലസ് ആയിട്ടുള്ളൊരു പ്രവൃത്തി വേറില്ല. സ്നേഹപ്രകടനം എല്ലാം. സെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം അറിയാത്ത ആൾക്കാരാണ്. പിന്നെ കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒരു ഏർപ്പാട് നടക്കാത്തവരും സദാചാരം പറഞ്ഞു കളയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.